യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 92ാമത്തെ ബിഗ് ബോസ് എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം തുടങ്ങാം. ഈ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ്റെ എൻട്രി ഭയങ്കര മാസ് എൻട്രി ആയിരുന്നു. സൂപ്പർ. ചുവന്ന ജുപ്പയും കറുത്ത പാൻസ് ധരിച്ചാണ് ലാലേട്ടൻ വന്നത്. അപ്പോൾ ലാലേട്ടൻ വന്നോടനെ എല്ലാവരും ചോദിക്കുന്നത് എത്ര ദിവസമായി ഇവിടെ. അപ്പോൾ എല്ലാവരും 92 ദിവസമായെന്ന് പറയുന്നു. പ്രത്യേകിച്ച് നെവിനോട് ചോദിക്കുകയാണ് ഇവിടെ വന്നിട്ട് എത്ര ദിവസം നിൽക്കാമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പം നെവിൻ പറയുന്നു ഞാൻ രണ്ടാഴ്ച അതിൽ കൂടെ നിൽക്കത്തില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വീട്ടുകാർ, നാട്ടുകാരൊക്കെ അത് അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. 2 ആഴ്ച കൂടെ നെവിൻ നിൽക്കത്തില്ല എന്നായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലാലേട്ടാ ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ കഴിഞ്ഞു. അത് എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്നിട്ട് ലാലേട്ടനോട് നെവിൻ ചോദിക്കുകയാണ് എന്നെ ഇഷ്ടമാണോ ലാലേട്ടാ. അപ്പം ലാലേട്ടൻ പറഞ്ഞ് അത് പറയാറായിട്ടില്ല. പിന്നെ നെവിൻ ഇന്നലെ ടാസ്ക് പറഞ്ഞിരുന്നല്ലോ ലാലേട്ടൻ, ഒരു പ്രത്യേക കൺസിഡറേഷൻ. കാരണം ഈ മണി വീക്കിൽ പുള്ളിക്ക് ഈ ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. പുള്ളി പണിഷ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ടാസ്ക് പുള്ളിക്ക് കൊടുക്കാതെ. അപ്പോൾ ഇന്നത് കൊടുത്തു. അത് നേരത്തെ അവർ ചെയ്തത് തന്നെ. കാറിൽ പൈസ വെച്ചിരിക്കും, അത് പോയി 1 മിനിറ്റിൽ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ 1 ലക്ഷം രൂപയാണ് കാറിൽ വെച്ചിരുന്നത്. അപ്പോൾ ആ കാറിലാണെങ്കിൽ സാധാരണ നേരത്തെ കാറിലൊക്കെ പെട്ടെന്ന് എടുക്കും. പക്ഷേ ഇത് ഒരാളല്ലേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അത് നല്ലതായിട്ട് നെവിൻ ചെയ്തു, അടിപൊളിയായിരുന്നു. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പുള്ളി ഓടിയപ്പോഴും തിരിച്ചു വരുമോ, കാരണം അവിടെ സമയം കാണിക്കുന്നുണ്ട്. അപ്പം ആ സമയത്തിനുള്ളിൽ പുള്ളി തിരിച്ചു വരുമോ എന്ന് പേടിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് നെവിൻ വന്ന് ഒരു 50,000 രൂപ പുള്ളിക്ക് കിട്ടി. ലാലേട്ടൻ എത്ര രൂപ കിട്ടി? അപ്പം 50,000 രൂപ. അപ്പം ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നത് ഹാപ്പിയാണോ? കാരണം 1 ലക്ഷം രൂപയായിരുന്നല്ലോ. ലാലേട്ടന് 1 ലക്ഷം രൂപയും നെവിൻ എടുക്കണമെന്നാണ്. പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അപ്പം ലാലേട്ടൻ കൂടെ ചോദിക്കുന്നുണ്ട് എന്താ ഹാപ്പിയാണോ. അപ്പം നെവിൻ പറയുന്നത് ഞാൻ ഹാപ്പിയാണ് ലാലേട്ടൻ, എനിക്ക് ഈ പൈസയ്ക്ക് ബജി വാങ്ങിച്ച് കഴിക്കാമെന്ന് പറയുന്നു. ലാലേട്ടൻ ബാക്കിയുള്ള വീട്ടിലുള്ളവരോട് ചോദിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും നെവിന് പൈസ കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റു അവരുടേതായ എത്ര രൂപ നെവിന് കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുന്നു. അനീഷ് 6,000 രൂപ, ഷാനവാസ് 4,500 രൂപ, നൂറ 50,000 രൂപ, വെൽ ഡൺ. ആദില 10,000 രൂപ, അക്ബർ 40,000-ൽ കുറയാതെ. സാബുമാൻ പറഞ്ഞത് ഞാനൊരു പാവപ്പെട്ട പയ്യനാണ്, എനിക്കൊന്നും തരാനില്ല. അപ്പം നെവിൻ സാബുമാന് 15,000 രൂപ കൊടുത്തു. അപ്പം ലാലേട്ടൻ അവിടെ അനൗൺസ് ചെയ്തത് നിങ്ങൾ പൈസ കൊടുക്കുന്നതിലല്ല, അല്ലെങ്കിൽ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിലല്ല കാര്യം, നിങ്ങളുടെ ഈ സൗഹൃദം പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ അത് നല്ല കാര്യമായിരുന്നല്ലേ. അപ്പം അവർ ഈ ഗെയിമിലൊക്കെ ഉപരിയായിട്ട് എല്ലാവരും സൗഹൃദം സൂക്ഷിക്കുന്നവരും എല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. ഗെയിം എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടാകുന്നൊരു വാശിയും വൈരാഗ്യം. അപ്പോൾ അതൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും സൗഹൃദത്തിൽ തന്നെയാണ്. നെവിനോട് ലാലേട്ടൻ ചോദിക്കുന്നത് വെളിയിൽ പോകുമ്പോൾ ആദ്യം കാണുന്നത് ആരൊക്കെയാണ്. അപ്പം നെവിൻ പറഞ്ഞത് ഒനീലിനെയും അഭിലാഷിനെയുമാണ്. അപ്പോൾ അവരെയൊക്കെ ഇപ്പോഴും അവർ ഓർക്കുന്നുണ്ടല്ലോ, അതാണ് വലിയ കാര്യം അല്ലേ. അവരെ കളിച്ച് ജയിച്ചവരൊക്കെ പോയവരാണ്, പക്ഷേ അവരെയൊക്കെ ഇപ്പോൾ അവർ ഓർക്കുകയാണ്. അടുത്തൊരു കളി പോലെ വന്നത് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ആരെയാണ് കൂടെ കൂട്ടാൻ ആഗ്രഹം. പില്ലോ, ഒരു റെഡ് കളറിലുള്ള ഒരു പില്ലോ, അതിൽ ഹാർട്ട് രൂപത്തിലാണ് ആ പില്ലോ. എന്നിട്ട് അതിൽ ഓരോരുത്തരുടെ ഫോട്ടോ അതിൽ ചെയ്തിട്ടുണ്ട്. അത് രസമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പില്ലോ ആയിരുന്നത്. അപ്പോൾ അതിൽ നെവിൻ അക്ബറിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ്. കാരണം ജയിലിൽ കിടന്ന ടൈമിലൊക്കെ ഈ നെവിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തൊക്കെ അക്ബറാണ്. അക്ബർ ഒരു ജെനുവിനായിട്ടുള്ളൊരു പേഴ്സണാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കളിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പേര് പറഞ്ഞിട്ട് അവർക്ക് ഹാർട്ടിൻ്റെ ആ പില്ലോ കൊടുത്തതിന് ശേഷം അതിൻ്റെ കാരണം പറയണം. അപ്പോൾ അത് നെവിനെ കുറേ കാരണങ്ങൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞു. അക്ബറിനെ കുറിച്ച് നെവിൻ പറഞ്ഞത് അക്ബർ എപ്പോഴും പറയുന്നത് ഉമ്മായുടെ മടിയിൽ തലവെച്ച് കിടക്കണം, അതിൽ വൈഫിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുക. സാധാരണ ഉമ്മായുടെ മടിയിൽ നിന്ന് അമ്മയുടെ മടിക്കുന്ന ഇപ്പോഴത്തെ അങ്ങനെ ആരും പറയാറില്ല. ഭൂരിഭാഗം പേര് ഉമ്മയൊക്കെ എല്ലാവരും അങ്ങ് കുറച്ച് കഴിയുമ്പോഴൊക്കെ മാറും. പക്ഷെ അക്ബർ ഉമ്മായുടെ മടിയിൽ തലവെച്ച് കിടക്കണം, വൈഫിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കണം, ഉറങ്ങണം, കരയണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നെവിൻ പറയുന്നത് അക്ബർ ഒരു നല്ല മനുഷ്യനാണെന്നാണ്. പിന്നെ സാബുമാൻ പറഞ്ഞ ഷാനവാസിൻ്റെ പേരാണ്. വല്യേട്ടനെ പോലെ കൂടെ നിൽക്കുന്ന ഒരാൾ, എപ്പോഴും വല്യേട്ടനെ പോലെ ഉപദേശിക്കുന്ന ഒരാൾ, വല്യേട്ടനെ പോലെ കരുതുന്ന ഒരാളായിട്ടാണ് സാബുമാൻ ഷാനവാസിനെ പറയുന്നത്. അനുമോൾ പറഞ്ഞ ആദിലയുടെ പേരാണ്.
അനുമോൾ പറഞ്ഞു എത്ര വഴക്കിട്ടാലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരും ആദില, ഒരു നല്ല ഫ്രണ്ടാണെന്നാണ്. അനീഷ് ഷാനവാസിനെ പറഞ്ഞു. അനീഷ പറഞ്ഞത് ഷാനവാസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറിനെ നേരെ എതിരാണ്. അതുപോലെ ഫൺ ഉണ്ടാക്കുന്ന ആളെ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ആളെന്നൊക്കെയാണ് അനീഷ് ഷാനവാസെ കുറിച്ച് പറഞ്ഞത്. നൂറ അനുമോളെക്കുറിച്ച് പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. റീസൺസ് വലുതായിട്ടൊന്നും പറഞ്ഞില്ല, ബെസ്റ്റ് ഫ്രണ്ട്. അക്ബർ നെവിനെ പറഞ്ഞു. ജെനുവിനായിട്ടുള്ള ആളാണ് നെവിൻ. നെവിന് ഞാൻ കള്ളനാണ്, ഞാൻ പിന്നിൽ നിന്ന് കുത്തുമെന്നൊക്കെ ഓപ്പണായിട്ട് തന്നെ പറയും. പുള്ളിയുടെ കാര്യം പുള്ളിയുടെ കാര്യമാണ്. ഞാൻ മോഷണം നടത്തുന്നവനാണെന്ന് നെവിൻ അങ്ങ് പറയും. അപ്പം നെവിന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് ജെനുവിനായിട്ടുള്ള ആളെന്നാണ് അക്ബർ പറയുന്നത്. അക്ബർ പറഞ്ഞത് ആദ്യമൊക്കെ ഇവർ തമ്മിലൊരു എന്തോ പ്രശ്നം, എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഈ ഫെമിനിയൻ ഒരു മാൻഡ്രിസം ഉണ്ടല്ലോ, അപ്പോൾ അത് എന്തോ അക്ബർ പറഞ്ഞു, പിന്നെ അത് സോറി പറഞ്ഞെന്നും. അപ്പം നെവിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ലൈഫിൽ പുള്ളിയെ കൂടെ കൂട്ടാൻ അക്ബർ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. നെവിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിമ്പതിയല്ല വേണ്ടത്, എൻ്റെ കഴിവുകളെ അക്സെപ്റ്റ് ചെയ്യണം. ശരിയല്ലേ? പലർക്കും സിമ്പതിയാണ്, എമ്പതി ഒന്നും ആർക്കുമില്ല. ലാലേട്ടൻ പറഞ്ഞത് ആത്മവിശ്വാസം നെവിനെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. അക്ബറിൻ്റെ കൂടെ ആരൊക്കെ കൂട്ടുകൂടുന്നു അവരെ എവിക്റ്റായി പോകുന്നതാണ് അവിടെ പൊതുവെ അറിയപ്പെടുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞത്. നൂറയും അനുമോളും ഓൾറെഡി ഫൈനൽ വീക്കിലുണ്ട്. ബാക്കിയുള്ളവരാണ് എവിക്ഷൻ പ്രക്രിയയിൽ പ്രവേശിച്ചത്. അപ്പോൾ അതിൽ ആദില, നെവിന്, സാബുമാൻ ഇവരെയാണ് എവിക്ഷൻ പ്രക്രിയയിൽ കൊണ്ടുപോയത്. അപ്പോൾ അത് ഈ ബ്ലൈൻഡ് ഫോൾഡ് ധരിപ്പിച്ചിട്ട് ഡോറിൻ്റെ അതിലാണ് നിർത്തിയിരുന്നത്. അപ്പോൾ അത് രസമായിരുന്നു, ഇങ്ങനെ റോഡ് അടയ്ക്കുക തുറക്കുക. അപ്പോൾ അതിൽ ഔട്ടായി പോയത് സാബുമാനാണ്. അപ്പോൾ സാബുമാൻ്റെ ചിരി നമുക്കിന്ന് ഇനി കാണാൻ പറ്റത്തില്ല. സാബുമാൻ്റെ കഴിഞ്ഞ കാലം അവിടുത്തെ വീട്ടിലെ ജീവിതമൊക്കെ കാണിച്ചു. അപ്പോൾ സാബുവിനോട് കുറേ ക്വസ്റ്റ്യൻ ലാലേട്ടൻ ചോദിച്ചു. അപ്പോൾ സാബുമാൻ പറഞ്ഞത് അവിടെ നിന്ന് പോകാൻ പാടാണ്, എന്നെ പോലെ ഒരു ആൾക്ക് അവിടെ നിന്ന് പോകാൻ പാടാണ്. അതുപോലെ സ്ട്രാറ്റജി ഒന്നും അവിടെ വർക്കാവത്തില്ല, അതൊക്കെ 2-3 ദിവസം കഴിഞ്ഞാൽ സ്ട്രാറ്റജിയൊക്കെ മാറിപ്പോകും. അപ്പം ഞാനവിടെ ജീവിക്കുകയായിരുന്നു എന്നാണ് സാബുമാൻ പറഞ്ഞത്. അപ്പോൾ സാബുമാൻ പറഞ്ഞത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് പബ്ലിക്കായിട്ട് ഭയമില്ലാതെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാബുമാൻ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് സാബുമാൻ അങ്ങ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഷാനവാസും അക്ബറൂടെ കെട്ടിപ്പിടിക്കുന്നതായിട്ടാണ്. എന്നിട്ട് പറയുകയാണ് നമ്മളിവിടെ എന്തെല്ലാം തരികിട പരിപാടികൾ കാണിച്ചു ഗെയിമിന് വേണ്ടി. എന്നിട്ട് അവരുടെ ഒരു ഇമോഷണൽ കെട്ടുപിടുത്തമായിരുന്നു അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇമോഷനായി പോകും. പിന്നെ അവിടെ നൂറയ്ക്ക് ഭയങ്കര വിഷമം പരാതിയും. നൂറ പറയുകയാണ് ഈ ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണോ ഞാനിങ്ങനെ ഫിസിക്കൽ ടാസ്ക് കഷ്ടപ്പെട്ട് ചെയ്തത്, അതിലെനിക്ക് സങ്കടമുണ്ട്. അപ്പം നമ്മളൊക്കെ ആദ്യം വിചാരിച്ചത് ഫൈനൽ 5 പുള്ളിക്കാരി എത്തിയെന്നാണ്, പക്ഷേ അങ്ങനല്ല, ഈ വീക്കിലെത്തിയെന്നാണ് പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിച്ചാണോ അത് എന്താണോ എനിക്കറിയത്തില്ല അത് എന്താ. അപ്പം അത് നൂറയ്ക്ക് ഭയങ്കര വിഷമം. നൂറ അത് ആദിലയോടും അനുവിനോടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ എന്തൊക്കെയോ പറയുന്നത് അങ്ങനല്ല, അതിന് കുറേ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ നൂറ പറയുന്നത് എനിക്കൊരു ബെനിഫിറ്റും അതുകൊണ്ടില്ല, ഞാനിപ്പം അതിൽ ആ ഒരു ടാസ്ക് ജയിച്ച് ഫൈനൽ വീക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ എവിക്റ്റായി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും അനുവിന് പ്രോബ്ലം. മറ്റേ അനീഷിൻ്റെ കാര്യം എടുത്തിടുകയാണ്. അയ്യോ അനീഷേട്ട ഇനി വേറെ എന്ത് വിചാരിക്കും, എൻ്റെയും അനീഷേൻ്റെയും കാര്യം പുറത്ത് എങ്ങനെ പോകും. അപ്പോൾ അവർ അതിലേയും നൂറേയും പറഞ്ഞ് അത് അവിടെ ഫണ്ണായിട്ട് തന്നെ പോയിരിക്കുന്നത്, അത് സീരിയസ് ആയിട്ടൊന്നുമല്ല പോയിരിക്കും, നീ അതൊന്നും ഇനി ഓർക്കണ്ട അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ കാണിക്കുന്നത് ഇത് അക്ബറും ഷാനവാസും ഊഞ്ഞാലിൽ നിന്ന് കാര്യം പറഞ്ഞു. അപ്പം പറയുന്നത് അക്ബർ പറയുകയാണ് അയ്യോ അനീഷേട്ട ഇതൊരു സീരിയസ് ആയിട്ടാണോ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു പുള്ളിയുടെ മനസ്സിലും ഇഷ്ടം തോന്നി, അത് തുറന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് ഇനി ആ പുള്ളി അത് മനസ്സിൽ കൊണ്ട് നടക്കില്ല, എനിക്ക് അനീഷ് നല്ലതായിട്ട് അറിയാം, ജെനുവിനാണ് എന്ന് ഷാനവാസ് അനീഷിനെ കുറിച്ച് പറയുന്നു. പിന്നെ അവർ പറയുന്നൊരു കാര്യം, ഈ അനീഷിൻ്റെ കാര്യം കൂടെ എടുത്തിട്ടു. എല്ലാവരും അത് അത് വലിയ പ്രോബ്ലം ഇല്ലാതെ ഒഴിവാക്കിയെങ്കിലും അനു അത് കൂടെ അത് ചർച്ചയാക്കി. അപ്പോൾ അനുവിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇത് വൻ ചർച്ചയാവണം എന്ന് അനു ആഗ്രഹിച്ചിരുന്നുവെന്ന് ഷാനവാസ് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ എൻ്റെ ഗെയിമിൽ പറഞ്ഞത് ഈ അനീഷിനോടുള്ള പ്രണയകഥ പോലും ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ടാണ്
ക്രിയേറ്റ് ചെയ്തതെന്ന് ഷാനവാസ് പറയുന്നു. പിന്നെ കാണുന്നത് ഈ പില്ലോ ഇല്ലേ, കൊടുത്ത പില്ലോ, ഈ ഹാർട്ടൊക്കെ ഉള്ള വെച്ച പില്ലോ അവർ മരത്തിനകത്ത് അനു കെട്ടി തൂക്കുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നെവിനും മരത്തിനകത്ത് കെട്ടി തൂക്കാൻ തുടങ്ങുന്നു, കെട്ടി തൂക്കിയത്. പിന്നെ കാണുന്നത് നെവിനെ സാരി ഉടുപ്പിക്കുന്നു അനു. ഇനിയിപ്പോൾ വേറെ ടാസ്ക് ഒന്നുമില്ല, എല്ലാവർക്കും ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നെവിനെ സാരി ഉടുപ്പിച്ചത് രസകരമായിട്ട് സാരി ഉടുപ്പിക്കുന്നത്. അപ്പം നെവിനല്ലേ ആൾ കിടന്ന് ബഹളം വെക്കുന്നു, സൗണ്ട് വെക്കുന്നു. എന്നിട്ട് ഒരു മൂലയ്ക്ക് എപ്പോഴും ആ സ്ഥലത്ത് നെവിനാണ് കിടക്കുന്നത്. ആ പിന്നെ വാഷ് ബേസൊക്കെ ഇരിക്കുന്നിടത്ത് ആ ഒരു മൂലയുണ്ട്, അവിടെ എപ്പോഴും നെവിൻ കിടക്കും. അപ്പോൾ അവിടെ നിന്ന് അക്ബർ എന്ന് കിടക്കുന്നു. എന്നിട്ട് ഈ നെവിൻ ഈ സാരി ഉടുത്തിയെന്ന് അക്ബറിൻ്റെ അടുത്ത് ചെന്ന് കിടന്നു. അപ്പം അക്ബർ ഇങ്ങനെ ഒരുമാതിരി സൗണ്ടൊക്കെ അക്ബർ ഇങ്ങനെ ഒരുമാതിരി നോക്കിയപ്പോൾ ഒരു സ്ത്രീയല്ലേ കിടക്കുന്നത്. അപ്പം അക്ബർ ഒന്ന് പേടിച്ച്. പക്ഷെ അക്ബർ പിന്നെ മനസ്സിലായത് നെവിനാണ്. അപ്പം നെവിനെ വഴങ്ങി പോടാന്നൊക്കെ പറയും. മറ്റൊരു ഗെയിം കൊടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 92 ദിവസം എല്ലാവരും ഒരുമിച്ചുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുമല്ലോ. അപ്പോൾ ഒരു ബോർഡിൽ ഒരു വലിയൊരു ബോർഡിൽ അത് ഗെയിമർ എന്ന് പറയുമ്പോഴത്തേന് എത്ര ശതമാനമാണ്, എൻ്റർടൈനർ എത്ര ശതമാനമാണ്, സത്യസന്ധത എത്ര ശതമാനമാണ്, വിശ്വസ്തത എത്ര ശതമാനമാണ്, അതുപോലെ നിലപാടിൻ്റെ സ്ഥിരത എത്ര ശതമാനം, അത് അവരോട് ആ ശതമാനം അനുസരിച്ച് ഓരോരുത്തരും അനലൈസ് ചെയ്യണം. അത് ഒട്ടിച്ച് വെക്കുക, നല്ല പരിപാടിയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഗെയിം, അത് കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ആ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ ഈ എപ്പിസോഡിൽ ലാസ്റ്റിൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ആഴ്ച പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. മുന്നിലുള്ളത് ഫൈനൽ എന്ന ലക്ഷ്യം മാത്രം. മിഡ് വീക്ക് എഡിഷനിലൂടെ ആര് പുറത്തു പോകും, ആരൊക്കെയാണ് ഫൈനലിൽ എത്തുന്നത്, നമുക്ക് കാത്തിരിക്കും. അതിനർത്ഥം ഒരു മിഡ് വീക്ക് എവിക്ഷനുണ്ട്, ആരൊക്കെയാണോ പോകുന്നത്. അപ്പോൾ ഫൈനൽ 5 ആരൊക്കെയാണ് എത്തുന്നത് നമുക്കറിയില്ല. അതായത് നമുക്ക് കാത്തിരിക്കും. നമ്മളേതായാലും 92 ദിവസം കാത്തിരുന്നില്ലേ, അപ്പോൾ ഇനി 8 ദിവസം കൂടെ കാത്തിരിക്കാം. അപ്പോൾ ആര് വിന്നറായാലും അവർക്ക് സന്തോഷം, എനിക്ക് സന്തോഷം, നമുക്ക് സന്തോഷം, നമുക്കെല്ലാവർക്കും സന്തോഷം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.